നമശിവായ. ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത പാഠം ഏതായിരുന്നു? ദൈവത്തെ കണ്ടു. ആരാണ് അതിലെ പ്രധാന കഥാപാത്രം? ജോസഫ് അല്ലേ? ജോസഫ് എങ്ങനെയുള്ള വ്യക്തിയായിരുന്നു? അദ്ദേഹം ഒരു നല്ല മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന് സ്വന്തക്കാരോ ബന്ധുക്കളോ ആരുമില്ല, അനാഥനായിരുന്നു. അദ്ദേഹം ആത്മാർത്ഥമായി ജോലി ചെയ്യും, ആരോടും വെറുപ്പില്ല. പിന്നെന്താണ്? തന്നാൽ കഴിയാവുന്നത് അതായത് സഹായിക്കും, മറ്റുള്ളവരെ സഹായിക്കും. അങ്ങനെയുള്ള നല്ല സ്വഭാവങ്ങൾക്ക് ഉദാഹരണമാണ് ആര്? ജോസഫ് അല്ലേ? ജോസഫിന്റെ പ്രധാന ആഗ്രഹം എന്തായിരുന്നു? അതായത് ദൈവത്തെ ഒന്ന് കാണണം. ദൈവത്തെ ഒന്ന് കണ്ടാൽ മതി, ഒന്നും പറയാനോ അല്ലെങ്കിൽ ചോദിക്കാനോ ഒന്നല്ല. എന്തിനാണ്? ഒന്ന് കാണുക. അതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ആഗ്രഹം അല്ലേ? അപ്പൊ അങ്ങനെ ഒരു ദിവസം അത്താഴം കഴിഞ്ഞ് ജോസഫ് ഉറങ്ങാൻ കിടന്നപ്പോ ഉറക്കത്തിൽ എന്താ കണ്ടത്? അതായത് ഒരു സ്വപ്നം പോലെ കണ്ടു. എന്താണ് അതിൽ പറഞ്ഞത്? ജോസഫേ, ഇത് ദൈവവചനം, ഞാൻ നാളെ നിന്റെ വീട്ടിൽ വരും എന്ന് അല്ലേ? അങ്ങനെ ജോസഫിന് സന്തോഷമായി. അദ്ദേഹം വീട്ടില് ദൈവത്തെ കാണാൻ വേണ്ടി കാത്തിരുന്നു. ഭക്ഷണമൊക്കെ പാകം ചെയ്ത് വീടൊക്കെ ഭംഗിയാക്കി വൃത്തിയാക്കി അദ്ദേഹം ആരെ കാത്തിരിക്കുകയാണ്? ദൈവത്തെ. അങ്ങനെ കാത്തിരിക്കുന്ന സമയത്ത് ആര് വീട്ടിൽ വരികയാണ്? ഒരു ചെറിയ കുട്ടി വീട്ടിൽ വരികയാണ്. എന്നിട്ട് എന്താ ചോദിച്ചത്? കുറച്ച് ഭക്ഷണം തരുമോ, കുറച്ച് ആഹാരം തരുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ജോസഫ് എന്താ പറഞ്ഞത്? ദൈവത്തിന് ഉണ്ടാക്കി വെച്ച ഭക്ഷണമാണ്, അതൊന്ന് കുറച്ച് തരാന്ന് പറഞ്ഞിട്ട് ആർക്ക് കൊടുക്കുകയാണ്? ആ കുട്ടിക്ക് കൊടുക്കുകയാണ്. അങ്ങനെ ആ കുട്ടി വയറ് നിറയെ വരെ ഭക്ഷണം കഴിച്ചു അല്ലേ? അതുവരെയല്ലേ നമ്മൾ എടുത്തത്. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. ഓക്കെ. അപ്പോൾ ജോസഫ് ഭക്ഷണം ഉണ്ടാക്കി ദൈവത്തെ കാത്തിരുന്നു അല്ലേ? അപ്പോൾ ആരാ വന്നത്? ഒരു കുട്ടി വന്നു. ആ കുട്ടിയാണെങ്കിൽ വിശന്ന് വലഞ്ഞിട്ടാണ് വരുന്നത്. ആ കുട്ടി എന്ത് ചോദിച്ചു? ആഹാരം ചോദിച്ചു. ഇത്തിരി ഭക്ഷണം തരുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ജോസഫ് എന്ത് പറഞ്ഞു? ഇത് ദൈവത്തിന് ഉണ്ടാക്കി വെച്ചതാണ്, എങ്കിലും നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ് ജോസഫ് എന്ത് ചെയ്തു? ഭക്ഷണം ആർക്ക് നൽകി? കുട്ടിക്ക് നൽകി. അങ്ങനെ കുട്ടിക്ക് വയറ് നിറച്ച് ഭക്ഷണം കൊടുത്തു, ആഹാരം നൽകി. അങ്ങനെ ജോസഫ് ഉണ്ടാക്കിയിരുന്ന ഭക്ഷണമൊക്കെ തീർന്നു. പിന്നെ ദൈവം വന്നാൽ എന്താ ചെയ്യുക എന്ന് ജോസഫ് ചിന്തിച്ചു. അങ്ങനെ ധൃതി പിടിച്ച് ആഹാരം ഉണ്ടാക്കി പിന്നെയും ആര് കാത്തിരിക്കുകയാണ്? ജോസഫ്. അപ്പോൾ എന്തുണ്ടായി? അധിക നേരം കഴിഞ്ഞില്ല. നരച്ച് കൂനിയായ ഒരു വൃദ്ധ ജോസഫിൻ്റെ വീട്ടിലേക്ക് കയറി വന്നു. വല്ലാത്ത വിശപ്പ്, ഇന്നലെയും ഒന്നും കഴിച്ചില്ല. പല വീടുകൾ കയറിയിറങ്ങി, ആരും ജലപാനം തന്നില്ല. ഒരടി നടക്കാൻ വയ്യ, എന്തെങ്കിലും തരുമോ? ജോസഫ് പിന്നെയൊന്നും ആലോചിച്ചില്ല, അവർക്കും ഭക്ഷണം നൽകി. സൂര്യൻ താണു, സായാഹ്നമായി. അപ്പം അധികം നേരം കഴിഞ്ഞില്ല, കുറച്ച് സമയമായിട്ടുള്ളൂ. അപ്പോഴേക്കും ആര് വന്നു? നരച്ച് കൂനിയായ ഒരു വൃദ്ധ ജോസഫിൻ്റെ വീട്ടിലേക്ക് കയറി വന്നു. അതായത് വയസ്സായ, നരച്ച് മുടിയൊക്കെ നരച്ച്, അതായത് കൂന്ന് നടക്കുന്ന ഒരു അമ്മൂമ്മ അല്ലേ? ഒരു വൃദ്ധ ജോസഫിൻ്റെ വീട്ടിലേക്ക് കയറി വന്നു. എന്നിട്ട് അവർ എന്താ പറഞ്ഞത്? വല്ലാത്ത വിശപ്പ്, ഇന്നലെയും ഒന്നും കഴിച്ചില്ല. പല വീടുകൾ കയറിറങ്ങി, ആരും ഒന്നും തന്നില്ല, ജലപാനം പോലും തന്നില്ല. അപ്പോൾ ആ അമ്മൂമ്മ പറയുകയാണ് ജോസഫിനോട്, വല്ലാത്ത വിശപ്പ്, ഇന്നലെ ഒന്നും കഴിച്ചിട്ടില്ല. പല വീടുകൾ കയറിറങ്ങി, ആരും ഒന്നും തന്നില്ല. ഒരു തുള്ളി വെള്ളം പോലും, ജലപാനം എന്ന് പറഞ്ഞാൽ വെള്ളം കുടിക്കാൻ പോലും ആരും ഒന്നും തന്നില്ല. ഒരടി എനിക്ക് നടക്കാൻ വയ്യ എന്ന് പറയുകയാണ്. എന്തെങ്കിലും തരുമോ, വിശന്നിട്ട് വയ്യ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ജോസഫിന് അത് കേട്ടപ്പോൾ, ആ വൃദ്ധയുടെ അവസ്ഥ കണ്ടപ്പോൾ പിന്നെ ഒന്നും ജോസഫ് ആലോചിച്ചില്ല, അവർക്കും ഭക്ഷണം നൽകി. വീണ്ടും ദൈവം വന്നാലോ എന്ന് വിചാരിച്ച് ഉണ്ടാക്കി വെച്ചിരുന്ന ഭക്ഷണം ആർക്ക് കൊടുക്കുകയാണ്? കൂനിയായ നല്ല വയസ്സുള്ള ഈ അമ്മമ്മയ്ക്ക് കൊടുക്കുകയാണ്. ഓക്കെ. അങ്ങനെ സൂര്യൻ താണു എന്ന് പറഞ്ഞാൽ അതായത് സന്ധ്യാസമയമായി, സായാഹ്നമായി, സൂര്യൻ അസ്തമിക്കുകയാണ് അല്ലേ? രാത്രി ആവാൻ പോവുകയാണ്, വൈകുന്നേരം ആവാൻ പോവുകയാണ്. ഓക്കെ.
സൂര്യൻ താണു സായാഹ്നമായി. പിന്നെയും ഭക്ഷണമുണ്ടാക്കി ദൈവത്തെ കാത്തിരുന്നു. സന്ധ്യാസമയമായി. ഇനി ദൈവം വന്നാലോ, രാത്രിയിലെ ഭക്ഷണം കരുതി വയ്ക്കാം എന്ന് വിചാരിച്ച് ജോസഫ് ഉണ്ടാക്കിയിരുന്ന ഭക്ഷണം കഴിഞ്ഞു അല്ലേ, അമ്മൂമ്മയ്ക്ക് കൊടുത്തിട്ട്. ഇനി ദൈവം വരികയാണെങ്കിൽ, ഇനി രാത്രിയിൽ വരികയാണെങ്കിൽ ഭക്ഷണം ഒന്നും ഇരിപ്പില്ല. അതുകൊണ്ട് വീണ്ടും ആര് ഭക്ഷണം ഉണ്ടാക്കുകയാണ്? ജോസഫ് ഭക്ഷണമുണ്ടാക്കി വീണ്ടും ദൈവത്തെ കാത്തിരിക്കുകയാണ്. അപ്പം അത്രയും പ്രതീക്ഷിച്ചിട്ടാണ്, അത്രയും മോഹമുണ്ട് ആരെ കാണാൻ? ദൈവത്തെ കാണാൻ അല്ലേ. അതുകൊണ്ടാണ് ജോസഫ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ദൈവത്തെ പ്രതീക്ഷിച്ച് ജോസഫ് മടുത്തു. ദൈവം വന്നില്ല. രാത്രി വന്നു. അന്ന് ജോസഫ് ഒന്നും കഴിച്ചില്ല. രാത്രിയായി അല്ലേ. കാത്തിരുന്ന് രാത്രിയെങ്കിലും വന്നാലോ എന്ന് വിചാരിച്ച് പിന്നെയും കാത്തിരിക്കുകയാണ്. രാത്രിയായി. ജോസഫ് ഒന്നും കഴിച്ചില്ല. കഴിക്കാൻ മനസ്സും വന്നില്ല. കാരണം ആ പ്രതീക്ഷ സഫലമായില്ല അല്ലേ. എന്താണ് ആ പ്രതീക്ഷ? ദൈവത്തെ ഒന്ന് കാണുക. അത് സഫലമായില്ല. ആ തിണ്ണയിൽ തന്നെ ജോസഫ് കിടന്നു. വീടിൻ്റെ മുൻവശത്തുള്ള തിണ്ണയിൽ ദൈവം വരുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ട് അദ്ദേഹം കിടക്കുകയാണ് അല്ലേ. നമ്മൾ പ്രതീക്ഷിച്ച വ്യക്തികൾ നമ്മുടെ വീട്ടിലേക്ക് വന്നില്ലെങ്കിൽ നമുക്ക് എന്ത് തോന്നും? നിരാശ തോന്നും അല്ലേ. നമുക്ക് ഇഷ്ടമുള്ള വ്യക്തികൾ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന് ബോധിച്ച വ്യക്തികളൊക്കെ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ പലതരം ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ഉണ്ടാക്കി വയ്ക്കും അല്ലേ. എന്നിട്ട് ഉണ്ടാക്കി വെച്ചിട്ട് അവർ വന്നില്ലെങ്കിലോ നമുക്ക് എന്ത് തോന്നും? നിരാശ തോന്നും അല്ലേ. അതുപോലെ ജോസഫ് ഭയങ്കര പ്രതീക്ഷിച്ചിട്ടാണ്. ദൈവത്തിനോട് അത്രയ്ക്ക് ആർക്കും ഇഷ്ടമുണ്ട് ജോസഫിന്. അതുകൊണ്ടാണ് അദ്ദേഹം വീടൊക്കെ വൃത്തിയാക്കി ഒരുക്കി ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കാത്തിരിക്കുന്നത്. എന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ദൈവം വന്നില്ലെങ്കിൽ, ആ പ്രതീക്ഷിച്ച വ്യക്തി വന്നില്ലെങ്കിൽ ആർക്ക് സങ്കടമാകും? അതായത് ആരാണോ കാത്തിരിക്കുന്നത് ആ വ്യക്തിക്ക് അല്ലേ. ആ ഒരു അവസ്ഥ ആർക്കും ഉണ്ടായി? ജോസഫിന് ഉണ്ടായി. ആ തിണ്ണയിൽ തന്നെ ജോസഫ് കിടന്നു. ക്ഷീണം കൊണ്ട് ഉറങ്ങിയതറിഞ്ഞില്ല. ക്ഷീണം കൊണ്ട് അവിടെ കിടന്ന് ദൈവത്തെ കാണാനായിട്ട് എല്ലാം ഒരുക്കി വെച്ചിട്ട് അവിടെ കിടന്ന ജോസഫ് ഉറങ്ങിപ്പോയി. അങ്ങനെ ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയ ജോസഫ് രാത്രിയിലെ സ്വപ്നത്തിൽ പ്രകാശ നടുവിൽ ദൈവത്തെ കണ്ടു. ആ സ്വപ്നത്തിൽ ഈ ചിന്തയോട് കൂടിയിട്ടാണ് ഉറങ്ങാൻ കിടന്നത് അല്ലെങ്കിൽ എന്താണ് ചിന്തിച്ചുകൊണ്ടാണ് കിടന്നത്. അങ്ങനെ ക്ഷീണം കൊണ്ട് അദ്ദേഹം ഉറങ്ങിപ്പോയി. ആ ഉറക്കത്തിൽ ആരെ കാണുകയാണ്? പ്രകാശ നടുവിൽ ദൈവത്തെ കണ്ടു. ദൈവം അങ്ങനെയാണ് അല്ലേ. ദൈവം പ്രകാശമാണ്. അപ്പോൾ ആ പ്രകാശ നടുവിൽ ദൈവത്തെ കണ്ടു. ജോസഫ് ചോദിച്ചു, ദൈവമേ, ഞാൻ കാത്തിരുന്നല്ലോ, എന്തേ വന്നില്ല? ദൈവമേ, ഞാൻ കുറേ നേരം അങ്ങയെ കാത്തിരുന്നു, എന്തേ അങ്ങ് വരാഞ്ഞത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ദൈവം എന്താ പറയുന്നത്? ജോസഫേ, ഞാൻ വന്നിരുന്നു. ഒന്നല്ല, 2 പ്രാവശ്യം. 2 പ്രാവശ്യം ഞാൻ നിൻ്റെ ഭക്ഷണവും കഴിച്ചു. നിനക്കെന്നെ മനസ്സിലായില്ലെന്ന് മാത്രം. ജോസഫ് അതിശയിച്ചു. അപ്പോൾ ജോസഫ് ചോദിച്ചു, എന്താണ് ദൈവമേ, ഞാൻ അങ്ങയെ കുറേ നേരം കാത്തിരുന്നു, അങ്ങ് വന്നില്ല, എനിക്ക് നിരാശയായി. എന്തേ വന്നില്ല? ഞാൻ അത്രയും പ്രതീക്ഷിച്ചല്ലേ ഇതൊക്കെ ചെയ്തത്, അങ്ങയെ കാണണം എന്നുള്ളൊരു മോഹം കൊണ്ടല്ലേ ഇതൊക്കെ ചെയ്തത്, അങ്ങയ്ക്ക് എന്നെ ഇഷ്ടമല്ല അല്ലേ, അതുകൊണ്ടല്ലേ വരാഞ്ഞത് എന്നൊക്കെയുള്ള ചിന്തയോട് കൂടിയിട്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത്. അപ്പോൾ ദൈവം എന്താ പറഞ്ഞത്? ജോസഫേ, ഞാൻ വന്നിരുന്നു. ഒന്നല്ല, 2 പ്രാവശ്യം നിൻ്റെ വീട്ടിലേക്ക് വന്നിരുന്നു. 2 പ്രാവശ്യം ഞാൻ നിൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചു. നിനക്കെന്നെ മനസ്സിലായില്ലെന്ന് മാത്രം. ഞാൻ 2 പ്രാവശ്യം നിൻ്റെ വീട്ടിലേക്ക് വന്നു, നിൻ്റെ ഭക്ഷണം കഴിച്ചു 2 പ്രാവശ്യം. പക്ഷേ നിനക്കെന്നെ മനസ്സിലായില്ല. ജോസഫ് അതിശയിച്ചു. ഇത് കേട്ട് ജോസഫ് അതിശയിച്ചു. എപ്പോ എന്ന്? പ്രകാശത്തിൻ്റെ 2 രൂപങ്ങളായി ദൈവം എത്തിയതോർത്ത് അവൻ സന്തോഷിച്ചു. ദൈവം നമ്മുടെ പ്രവൃത്തിയിലാണ്. ജോസഫിന് അത് മനസ്സിലായി. നല്ല ചിന്ത, നല്ല വാക്ക്, നല്ല പ്രവൃത്തി, ഇതാണ് ദൈവം. അപ്പോൾ പ്രകാശത്തിൻ്റെ 2 രൂപങ്ങളായി ദൈവം എത്തിയതോർത്ത് അവൻ സന്തോഷിച്ചു. ദൈവം നേരിട്ടല്ല വന്നത്, അല്ലേ. എങ്ങനെയാണ് വന്നത്? മറ്റു രൂപങ്ങളാണ്
ദൈവം. ഏതൊക്കെയാണ് 2 രൂപങ്ങളായിട്ട് ജോസഫിൻ്റെ വീട്ടിൽ വന്നത്? ഒന്ന് കുട്ടിയുടെ രൂപത്തിൽ ഭക്ഷണം ചോദിച്ചുകൊണ്ട്, ഒന്ന് വയസ്സായ അമ്മൂമ്മയുടെ വൃദ്ധയുടെ രൂപത്തിലും ദൈവം വന്നു. ദൈവം ആണെന്ന് ജോസഫിന് അറിയാമായിരുന്നില്ല. പക്ഷേ ദൈവം പരീക്ഷിക്കുകയായിരുന്നു ആരെ? ജോസഫിനെ. ദൈവത്തെ നമ്മൾ കാണേണ്ടത് ആരിലൂടെയാണ്? വിശന്ന് വലയുന്ന ആളുകളുടെ ഇടയിലും അതുപോലെ തന്നെ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളുടെ ഇടയിലുമാണ്, അല്ലെങ്കിൽ ആ വ്യക്തിയിലുമാണ് നമ്മൾ ആരെ ദർശിക്കേണ്ടത്? ദൈവത്തെ. ദൈവം ഒരാളുടെ അടുത്തേക്കും എങ്ങനെ വന്നിട്ടില്ല? യഥാർത്ഥ രൂപത്തിൽ വന്നിട്ടില്ല. പല രൂപങ്ങളിലൂടെയാണ് ദൈവം നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത് എന്നുള്ള കാര്യം നമുക്ക് അറിയില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ പല രൂപങ്ങളായിട്ട് നമ്മുടെ മനസ്സറിയാനും ഒക്കെ ദൈവം വരും, നമ്മളെ പരീക്ഷിക്കാൻ വരും. അപ്പോൾ ദൈവം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ പ്രവൃത്തിയിലാണ് ദൈവം, അല്ലേ? നമ്മൾ നല്ല പ്രവൃത്തി ചെയ്യുമ്പോൾ എന്താണ്? അത് തന്നെയാണ് നമ്മുടെ ദൈവം. നല്ല ചിന്ത, അല്ലേ? നമുക്ക് ദൈവത്തെ ഒന്നും കണ്ട ആവശ്യമില്ല. ഇത് ചെയ്ത് തന്നെ നമുക്ക് ദൈവം നമ്മുടെ ഉള്ളിൽ എപ്പോഴും നമ്മളിൽ ഉണ്ടായിരിക്കും. നമ്മുടെ മനസ്സ് എപ്പോഴും സന്തോഷമായിരിക്കും. എന്തൊക്കെയാണ് വേണ്ടത്? നല്ല ചിന്ത, അല്ലേ? മോശം ചിന്തകൾ പാടില്ല. നല്ല ചിന്ത, പോസിറ്റീവ് മൈൻഡ്. പിന്നെ നല്ല വാക്ക്, അതായത് കള്ളത്തരം പറയാതെ, ചീത്ത വാക്കുകൾ പറയാതെ, നല്ല വാക്ക്, മറ്റുള്ളവരെ കുറ്റം പറയാതെ, മറ്റുള്ളവരെ വിഷമിപ്പിക്കാതെയുള്ള നല്ല വാക്ക്. നല്ല പ്രവൃത്തി. എന്താണ് നല്ല പ്രവൃത്തി? നല്ലത് ചെയ്യുക. പാവപ്പെട്ടവരെ കാണുമ്പോൾ സഹായിക്കുക, അല്ലെങ്കിൽ വയസ്സായവർ നടന്നു വരുമ്പോൾ അവരുടെ കയ്യിൽ വല്ല വസ്തുക്കൾ ഉണ്ടെങ്കിൽ അത് വാങ്ങി അത് വാങ്ങി അവരെ സഹായിക്കുക, അവരെ വീടുകളിൽ എത്തിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ എന്ത് വേണം? വയസ്സായവരൊക്കെ കയറുമ്പോൾ സീറ്റ് കൊടുക്കുക. പിന്നെന്താ? അതുപോലെ നമ്മുടെ വീടുകളിൽ വയസ്സായവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ വയ്യാത്തവരുണ്ടെങ്കിൽ അവർക്ക് ചായയോ കാപ്പിയോ ഒക്കെ കൊടുക്കുക. നടക്കാൻ വയ്യെങ്കിൽ അവരെ കൈയൊന്ന് പിടിക്കുക. അതുപോലെ തന്നെ നമ്മൾ റോഡ് കൂടെ യാത്ര ചെയ്യുമ്പോൾ കണ്ണ് കാണാത്തവരെ കണ്ടു കഴിഞ്ഞാൽ റോഡ് ക്രോസ് ചെയ്യാൻ സഹായിക്കുക. അങ്ങനെ പല നല്ല പ്രവർത്തികൾ നമുക്ക് ചെയ്യാം, അല്ലേ? അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന സന്തോഷം എന്താണ്? അതാണ് ദൈവം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി. നല്ല വാക്ക്, നല്ല പ്രവൃത്തി, നല്ല ചിന്ത, ഇതൊക്കെ ഉണ്ടെങ്കിൽ ദൈവം അവിടെയുണ്ട്. അതാണ് ദൈവം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ ഇന്നെടുത്ത ഭാഗം നന്നായി വായിക്കുക. ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യം വായിക്കുക. ഒരു പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിചാരിച്ച പോലെ അത്ര സ്മൂത്തായി വായിക്കാൻ പറ്റില്ല, അല്ലേ? അപ്പോൾ പല പ്രാവശ്യം വായിച്ച് തറവാക്കുക, എന്നിട്ട് നന്നായി വായിക്കുക. ഓക്കെ, ഞാൻ വായിക്കാൻ പറയുന്ന ദിവസം മാമിനെ അയച്ചു തരണം വായിച്ച വോയിസ്. ഓക്കെ.